നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ലൈൻ ഹെൽപ്പർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 6 ഒഴിവുകളാണുള്ളത്. കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് IT ആണ് വേണ്ട യോഗ്യത. ഇതേക്കുറിച്ച് താല്പര്യമുള്ളവർക്ക് 2026 ജനുവരി 15 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് ഓഫ്ലൈനായിട്ടും അയക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ഇത് എലിജിബിൾ ആയിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു റീനോട്ടിഫിക്കേഷൻ, അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ലൈൻ ഹെൽപ്പർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 6 ഒഴിവുകളാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അത് വേരി ചെയ്യാം, കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ലൈൻ ഹെൽപ്പർ എന്നുള്ളതാണ് പോസ്റ്റ്. കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വേരി എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേണ്ട യോഗ്യത എന്നുള്ള ITA സർട്ടിഫിക്കറ്റ് ആണ്. ITA ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ ട്രേഡുള്ള ITA സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നൽകുന്ന വയർമാൻ പെർമിറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഒന്നുകിൽ നാഷണൽ ട്രേഡ്സിൽ, അതായത് ITCയിൽ നിന്നോ അല്ലെങ്കിൽ ITA ഏതായാലും കുഴപ്പമില്ല. അതോടൊപ്പം വയർമാൻ ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം ശമ്പളമായിട്ട് 19,310 രൂപയാണ് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ഏജ് പറഞ്ഞിട്ടുള്ളത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കോൺട്രാക്ട് അടിസ്ഥാനമായിട്ടുള്ള നിയമനമാണ്. റിസർവേഷനൊക്കെ നോക്കിയായിരിക്കും നിയമനം നടത്തുക എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചിലപ്പോൾ ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ, പരീക്ഷയൊന്നും ഉണ്ടാവത്തില്ല. ക്വാളിഫയിങ് മാർക്ക് വെച്ച് തന്നെ ചിലപ്പം നേരിട്ട് സെലക്ഷൻ ആയിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും നേരിട്ട് നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇതേ പോസ്റ്റിലെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നേരത്തെ 3-4 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തവർ ഇതിലേക്ക് കൺസിഡർ ചെയ്യുന്നത്. അത് അല്ലാതുള്ളവരുടെ ആ പ്രസൻസിൽ ഇല്ലെങ്കിൽ മാത്രമേ അവരെ കൺസിഡർ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സർവീസ് കണ്ടീഷൻസ് ഒക്കെ കേരള സർവീസ് റൂൾസ് KSSR എല്ലാം അടിസ്ഥാനമാക്കിയാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. recruit.kusat.ac.in എന്നുള്ള സൈറ്റിൽ ഓൺലൈനായിട്ട് നിങ്ങൾ 2026 ജനുവരി 15 മുമ്പ് ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. വെബ്സൈറ്റ് ഇതുവരെ പറയാം, recruit.kusat.ac.in എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തതിനു ശേഷം അത് സൈൻ ചെയ്തതിനു ശേഷം ഫിൽ ചെയ്ത ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് സൈൻ ചെയ്തതിനു ശേഷം അത് നമ്മൾ പോസ്റ്റിൽ അയച്ചു കൊടുക്കണം. അതിൽ പോസ്റ്റിൽ അയക്കുന്ന കൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, ഏജ്, എക്സ്പീരിയൻസ്, കമ്മ്യൂണിറ്റി ആനുകൂല്യം വേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളുടെ കോപ്പി സഹിതം നേരിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് വേണം അയച്ചു കൊടുക്കാനായിട്ട്. 2026 ജനുവരി 20 മുമ്പ് അത് അയച്ചു കൊടുക്കണം. അയക്കേണ്ട വിലാസം രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കൊച്ചി 22 എന്ന അഡ്രസ്സിൽ ജനുവരി 20 പോസ്റ്റിലും അയച്ചു കൊടുക്കണം. അയക്കുന്ന കവറിന്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ലൈൻ ഹെൽപ്പർ ഓൺ കോൺട്രാക്ട് ബേസിസ് എന്നും എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും ഒക്കെ 900 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 185 രൂപ മാത്രമേ അപേക്ഷാ ഫീസ് ഉള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതുപോലെ ക്യാഷ് ആയിട്ടോ DD ആയിട്ടോ ചെക്കായിട്ടോ ഒന്നും അയച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ താല്പര്യമുള്ളവര് ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമനം ഒന്നും ആദ്യം തന്നെ സ്ഥിര നിയമനമല്ല, എങ്കിലും നമുക്ക് ലഭിക്കുന്ന ഒരു എക്സ്പീരിയൻസോടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഈ അവസരം പരമാവധി ബന്ധപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഇത്രയും തന്നെ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.